അപ്പോൾ നമ്മുടെ അടുത്തൊരു പോളിസിൻ്റെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗ്രീൻ കളർ എന്ന് തന്നെയായിരുന്നു. നമ്മളത് ഫുള്ള് പാച്ച് ചെയ്തിട്ട് ഫുൾ പെയിൻറ്റിങ് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് സിസ്റ്റം കംപ്ലീറ്റ് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ലുമാക്സിൻ്റെ ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ സൈഡ് കോർണർ ലൈറ്റ് നമ്മൾ ഒറിജിനൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ബോണറ്റ് ക്രോമും നമ്മൾ ഓയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഗ്രില്ല് പിന്നെ നമ്മൾ പഴയ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പെയിൻറ്റ് അടിച്ചിട്ട് നമ്മൾ ആ സിൽവർ പെയിൻറ്റ് അടിച്ചിട്ട് നമ്മൾ പഴയ ഗ്രില്ല് തന്നെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രിൽ ലൈറ്റും അതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ട്, ലിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വരുന്ന ഫോഗ് ലാമ്പ് കസ്റ്റമർ സപ്ലൈ ആണ്. കസ്റ്റമർ കൊണ്ടുവന്ന് തന്നെയാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പവർ ഉള്ളതാണ് ഈ ഫോഗ് ലാമ്പ് വരുന്നത്. നമ്മുടെ പാത്തിൽ ഇതേപോലത്തെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഗ്രില്ലിനകത്ത് കാണാത്തതുപോലെയാണ് അത് വെച്ചിരിക്കുന്നത്. അത് നല്ല അത്യാവശ്യം ഹെഡ്ലൈറ്റിൻ്റെ പവർ തന്നെ അതിനകത്ത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ INDയുടെ നമ്പർ പ്ലേറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാർ ലൈറ്റും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാം വരുന്ന സ്കേർട്ടും നമുക്ക് ഇൻഡിക്കേറ്ററും DRലും വരുന്ന പോലെ ലൈറ്റ് വരുന്ന പോലത്തുള്ള സ്കേർട്ടാണ് നമുക്ക് വരുന്നത്. അതിൽ തന്നെ നമ്മൾ DRലും ഇൻഡിക്കേറ്ററിലും വരുന്ന പോലെ സ്കേർട്ടിൽ ലൈറ്റ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിനകത്ത് നമുക്കൊരു DRലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് വർക്ക് ഏകദേശം ഫിനിഷ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 8 മാസത്തോളം സമയം നമുക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കസ്റ്റമർ വരുമ്പോൾ ഞാൻ പറഞ്ഞതൊരു 1.5 to 2 മാസം 3 മാസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇതിൽ നേരത്തെ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ടച്ചപ്പും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻറ്റീരിയർ വർക്ക്, എക്സ്റ്റീരിയർ വർക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ അതിൽ വണ്ടി വന്നതിന് ശേഷം നമ്മൾ ഫുള്ള് ഓപ്പൺ ചെയ്ത് പിരിച്ച് നോക്കിയപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പാച്ച് ഉണ്ടായിരുന്നു വണ്ടിക്കകത്ത്. ബോഡി ലൈനോ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ പറഞ്ഞ കസ്റ്റമറോട് നമ്മൾ പറഞ്ഞിട്ട് അത് ഫുൾ പെയിൻറ്റും അതുപോലെ തന്നെ ഫുൾ ടിങ്കറിങ് ഫുൾ A to Z വർക്ക് നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും സമയം തന്നെ നമുക്ക് വന്നത്. ഏകദേശം ഒരു 8 മാസത്തോളം ആയി നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ആവാനായിട്ട്. അപ്പോൾ നമ്മൾ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയറും അലോയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നമ്മളൊരു വീൽ കപ്പ്, ഒരു RS വരുന്ന ആ ഒരു മോഡൽ വരുന്ന ടൈപ്പിൽ വരുന്ന RSൻ്റെ ഒരു വീൽ കപ്പ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഡ് ഫ്ലാപ്പ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മഡ് ഫ്ലാപ്പിൽ നമ്മൾ ക്രോം വരുന്ന ടൈപ്പാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. പിന്നെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്റ്റീലിൻ്റെ സ്കേർട്ട് നമ്മൾ ഫുഡ് സ്റ്റെപ്പിൻ്റെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതും ഡബിൾ ടൈപ്പ് വരുന്നതാണ്. കസ്റ്റമർ നമുക്ക് നോർമലി ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ആദ്യം തന്നെ നമുക്ക് വണ്ടി കൊണ്ടുവന്ന് തന്നതിന്. പക്ഷേ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എല്ലാം അംഗീകരിച്ചുകൊണ്ട് എല്ലാ വർക്കുകളും ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെയിം പാത്തുവിൻ്റെ ഒരു ലെവലിലേക്ക് നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എക്സ്ട്രാ ഫോഗ് ലാമ്പ് കാര്യങ്ങളും പിടിപ്പിച്ചിട്ടില്ല. അതിന് പകരം LED ഒരു ഫോഗ് ലാമ്പാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് ടയറോ കാര്യങ്ങളോ ഒന്നും മാറ്റിയിട്ടില്ല. വീൽ കപ്പ് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കേർട്ടും ലിപ്പും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാക്കിൽ നമ്മൾ ടൈലൈറ്റും അതുപോലെ ഡിക്കി റിഫ്ലാക്ടറും എല്ലാം ഒറിജിനൽ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഡിക്കി ക്രോമും നമ്മൾ ഒറിജിനൽ തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബൊലേറോയുടെ മിററാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബൊലേറോയുടെ മിറർ ഓൾറെഡി കസ്റ്റമർ അതിനകത്ത് വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ക്രോം ആഡ് ചെയ്തിട്ട് മിറർ പഴയ മിറർ തന്നെയാണ്. അതിൽ ക്രോം മാത്രം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൺവൈസർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ബീഡിങ്ങുകളും ബട്ടൺ ബീഡിങ്ങുകളും കംപ്ലീറ്റ് നമ്മൾ ഒറിജിനൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാർട്ടർ ക്ലാസ് ബീഡിങ് നമ്മൾ ഒറിജിനൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നോർമലേ വരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് വെതർ സ്ട്രിപ്പുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് നോർമലാണ് കിട്ടുന്നത്, ഒറിജിനൽ കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ നോർമൽ തന്നെ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇതിൽ ഫുള്ള് സ്ട്രൈറ്റ് സീറ്റായിരുന്നു. ഫ്രണ്ടും ബാക്കും എല്ലാം സ്ട്രൈറ്റ് സീറ്റായിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് ബക്കറ്റ് സീറ്റ്, ഫ്രണ്ടിൽ നല്ല നമ്മൾ ബ്രീസയുടെ ആണ് സീറ്റ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ബക്കറ്റ് സീറ്റ് നമ്മൾ ബട്ടർഫ്ലൈ ടൈപ്പാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ബാക്കിൽ നമ്മൾ ഇനോവയുടെ സീറ്റും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബാക്ക് റോ നമ്മുടെ ബെഞ്ച് സീറ്റ് നോർമൽ വണ്ടിക്ക് വരുന്ന അതേ ടൈപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു കളർ ടൂണിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. എപ്പോഴും ടാൻ മിക്സിങ് ബ്ലാക്ക് അതുപോലെ തന്നെ വൈറ്റ്, ഈ ഒരു കളർ ടൂണാണ് നമുക്ക് വണ്ടിക്ക് ഒന്നും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കുന്നത്. പിന്നെ റൂഫ് ടോപ്പ് നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്ലാക്ക് ചെയ്തതോട് കൂടിയിട്ട് നമ്മൾ സെൻട്രൽ AC അതുപോലെ തന്നെ റൂഫ് ഹാൻഡിൽ അത് കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു ബ്ലാക്ക് ടാനിൻ്റെ ഒരു ടൂണ് വരുമ്പോൾ ഒന്നുകൂടെ നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അതുപോലെ ഡാഷ്ബോർഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്ലാക്കിൽ റെഡ് സ്റ്റിച്ചായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റീരിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മിററിൻ്റെ അവിടെയാണ് നമ്മൾ ഈ 2K സെറ്റ് ചെയ്തേക്കുന്നത്. മിററിൻ്റെ അവിടെ ഒരു ക്ലാമ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ഉണ്ടാവും, വലിയ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവിടെ തന്നെയാണ് നമ്മൾ പില്ലർ വഴിയാണ് വയറിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കിലേക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഡോർ പാഡിൽ നോക്കുകയാണെങ്കിൽ സ്പീക്കർ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റിയുടെ ഒരു കോമ്പോണൻറ്റ് സ്പീക്കറാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. നമ്മൾ ഓരോരോ പ്രാവശ്യം നമ്മൾ മാറ്റി നോക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ഇൻഫിനിറ്റിയുടെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ കോമ്പോണൻറ്റും വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല പവർ ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റിയുടെ ചെയ്തപ്പം അതിൻ്റെ കൂടെ നമ്മൾ ബ്ലോക്ക് പങ്കിൻ്റെ 4 ചാനൽ ആമ്പ് വെച്ചിട്ടാണ് ഇതിനെ ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഡയറക്റ്റ് കണക്ഷൻ എടുത്ത് നമുക്ക് 4 ചാനൽ ആമ്പിൽ കൊടുത്തിട്ട് ആമ്പിന്ന് സ്പീക്കറിലേക്ക് ഔട്ട് 4 സ്പീക്കർ 4 ബാക്കിലേക്ക് ഓവൽ സ്പീക്കറും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്പീക്കറുകളിലേക്ക് നമ്മൾ ഇതിൻ്റെ 4 ചാനൽ ബ്ലോക്ക് പങ്കിൻ്റെ ആമ്പ് വെച്ചിട്ടാണ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ നമ്മൾ ഒരു സബ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോണിയുടെ എക്സ്പ്ലോഡ് 180
1800 വാട്ട്സ്. അത് നമ്മൾ സെപ്പറേറ്റ് ആമ്പ് വെച്ചിട്ട് 2 ചാനൽ ആമ്പ് വെച്ചിട്ട് അതും നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്റ്റീരിയോ ക്വാളിറ്റികൾ നമ്മൾ ഇതിനകത്ത് ഉണ്ടാവും. നമുക്ക് സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. അത് നമ്മൾ സാധാ ക്വാളിറ്റിയിൽ വരുന്ന നോർമൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതും ബ്ലാക്കും ടാനും വരുന്നതിൽ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ബാക്ക് റോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇന്നോവയുടെ സീറ്റ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ബെൽറ്റുകളും മാറ്റിയിട്ട് TRDയുടെ നമ്മൾ ബെൽറ്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബെൽറ്റും നമ്മൾ TRD റെഡ് വിത്ത് ബ്ലാക്ക് വരുന്ന ഒരു മോഡൽ വരുന്നൊരു സീറ്റ് ബെൽറ്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് റോയിൽ ഡോർ പാഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം, കോമ്പോണൻറ്റ് സ്പീക്കർ സിസ്റ്റം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡോർ ഹാൻഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ ഡോർ പാഡിൽ വരുന്ന അതേ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മളതൊരു ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടാണ് കൊടുക്കാറ്. അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ നമുക്ക് കാണാനും വൃത്തിയായിരിക്കും. പെയിൻറ്റ് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിൽ പെയിൻറ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ ഇളകി പോകാൻ സാധ്യത കൂടുതലാണ്. ഗ്രിപ്പുള്ളതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഹാൻഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഒരു നന്നായി നിൽക്കും. പക്ഷേ ഈ സ്മൂത്തായിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഇങ്ങനെ പെയിൻറ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ ഇളകി പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ആ ഹാൻഡിൽ നമ്മൾ ഇതിനകത്ത് തന്നെ റെക്സിനിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാലാജി സാറിൻ്റെ വണ്ടി ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡെലിവറി മോഡിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് സാറ് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഓഫീസിലുണ്ട്. നമുക്ക് വിളിച്ചിട്ട് എന്തായാലും കീ ഹാൻഡ് ഓവർ ചെയ്യാം, ഡെലിവറി ചെയ്യാം. നമുക്ക് വണ്ടി ഫുള്ളി എല്ലാ വർക്കുകളും നമ്മൾ ഫിനിഷ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കീ ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമുക്ക് വണ്ടി അപ്പോൾ എന്തായാലും ബാലാജി സാറ് നമുക്ക് കാലത്തോട്ട് നമ്മുടെ കൂടെ ഉണ്ട്, വർക്കുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം ഡിലേ മാത്രമാണ് ആയിട്ടുള്ളത്. 3 മാസം സമയം പറഞ്ഞ് നമുക്ക് ഏകദേശം ഒരു 8 to 9 മാസത്തോളം ആയി വണ്ടി വർക്ക് ഫുള്ള് ഫിനിഷ് ആവാനായിട്ട്. എന്നിട്ട് വണ്ടിയിൽ അത്രത്തോളം വർക്കും ഉണ്ടായിരുന്നു. നമുക്ക് A to Z വർക്ക് വരുമ്പോൾ നമുക്ക് അത്രത്തോളം ടൈം ഡിലേയും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വർക്കിൻ്റെ കാര്യം അതുപോലെ തന്നെ വണ്ടിയുടെ കാഴ്ചയിൽ നമുക്ക് എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളത് സാറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് റിവ്യൂ ചോദിച്ചറിയാം. എന്തായാലും ബാലാജി സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. സാർ எப்படி இருக்குது சார் ஒர்க்கெல்லாம் ரொம்ப எக்ஸலண்ட்டாக இருக்குது. ஓகே, எஸ்பெஷலி ஃபிசிக்கலி பார்க்க முடியும். பட் உள்ள மெக்கானிக்கல் ஒர்க்ஸ்லாம் அவசரம் நல்லா வந்ததை விட நமக்கு ஃபுல்லி சாட்டிஸ்ஃபைட். ஓகே ஓகே ஓகே. നമുക്ക് ടൈം ഡിലേ தான் ഒന്ന് கொஞ்சம் ടൈം ഡിലേ ரொம்ப ആയിട്ടുണ്ട്. മറ്റപടി വർക്കെല്ലാം ഫുള്ളി സാറ്റിസ്ഫൈഡ്. അതുപോലെ തന്നെ നമുക്ക് സാറ് പേഴ്സണലായിട്ടും കുറേ അഡ്വൈസ് നമുക്ക് തന്നിട്ടുണ്ട്. വർക്കിൻ്റെ കാര്യമാണെങ്കിലും ശരി, അതുപോലെ തന്നെ നമ്മളിവിടെ എന്താ പറയുക ചെയ്യുന്ന ഓരോരോ ചിട്ടകളും കാര്യങ്ങളും എല്ലാം നമുക്ക് പേഴ്സണലായിട്ട് കുറേ അഡ്വൈസ് തന്നിട്ടുണ്ട്. അതിൻ്റെ പരമായിട്ട് നമ്മൾ കുറേ മാറ്റങ്ങൾ ഇതിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുക്കും സാർക്കിட்ட ബിഗ് താങ്ക്സ് சொல்கிறோம். എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.